ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇങ്ങനെ ഇരിക്കുന്നൊരു വീഡിയോ എങ്ങനെ ഇതുപോലെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈറ്റിംഗ് കൂടുതലായി പോയാൽ ഓവർ എക്സ്പോസ്ഡ് ആവും, അതുപോലെ തന്നെ കുറഞ്ഞു പോയാൽ ഗ്രെയിൻസ് ഒക്കെ വന്ന് വീഡിയോയുടെ ക്വാളിറ്റി തന്നെ നശിച്ചു പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റിംഗ് ആണ്. നല്ലൊരു ലൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ മോശം ലൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ കുറച്ചും കാണിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ടൊരു ലൈറ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊരു ലൈറ്റ് വരുന്നു, അതാണ് എൻ്റെ മുഖത്ത് തട്ടി നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വേറെ ലൈറ്റിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സോ ഒരു ലൈറ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിക്കുള്ള ഒരു വീഡിയോ ക്വാളിറ്റി നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് എല്ലാം നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ സൺലൈറ്റ് ആയിരുന്നാലും ചില സമയത്ത് മേഘങ്ങളൊന്ന് മറിഞ്ഞ് അതിൻ്റെ എക്സ്പോഷറൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഏത് ലൈറ്റ് ആയിരുന്നാലും, ഇപ്പോൾ ബൾബിൻ്റെ ലൈറ്റ് ആയിരുന്നാലും ചില സമയത്ത് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലൈറ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും നമ്മുടെ വീഡിയോ സെറ്റിങ്സ് വഴി. സോ നമ്മളെപ്പോഴും ഒരു ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മറ്റ് ലൈറ്റ് സോഴ്സ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മികച്ചത്. ലൈറ്റിംഗ് എപ്പോഴും നമ്മളൊരു പിക്ചർ വരയ്ക്കുന്ന പോലെ നമ്മൾ കണ്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിക്ചർ വരയ്ക്കുന്ന ഒരു ബ്ലാങ്ക് സ്പേസിലായിരിക്കും വരച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഓൾറെഡി വരച്ചു വെച്ചിരിക്കുന്ന ഒരു പിക്ചർ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലാങ്ക് ക്യാൻവാസിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലൈറ്റിങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീറോ ലൈറ്റിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും മികച്ചത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ കണ്ടെത്തുകയാണ്. നമ്മൾ ലൈറ്റ് ഒരിക്കലും കൂടുതൽ ഉയരത്തിലും വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ക്യാമറയുടെ ആ ലെവലിൽ നമ്മൾ വയ്ക്കാൻ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന്, അതായത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഞാനാണ്, ഇപ്പോൾ എന്നിൽ നിന്നൊരു 45 ഡിഗ്രി ആംഗിൾ, അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ആംഗിളിലാണ് ഞാൻ എൻ്റെ ലൈറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു ഷാഡോസും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാഡോസ് എനിക്ക് ഈ ഒരു ലൈറ്റ് വെച്ചിരിക്കുന്നതിലൂടെ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുന്നതെന്ന് പറഞ്ഞാൽ സൺലൈറ്റിലാണ്. സൺലൈറ്റ് എപ്പോഴും നമ്മുടെ ഉയരത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു 45 ആംഗിളിലായിരിക്കണം നമ്മൾ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ലൈറ്റ് വെക്കേണ്ടത്. ഇങ്ങനെ ലൈറ്റ് നമുക്കൊരു ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് സ്റ്റാൻഡ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഹോൾഡർ വേണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ഡിഫ്യൂസർ ഉപയോഗിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഹാർഷ് ലൈറ്റ് ആയിരിക്കും ഈ ഒരു ലൈറ്റിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു അംബ്രല്ല പോലൊരു ഡിഫ്യൂസർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു വീഡിയോയിൽ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലൈറ്റിൻ്റെ മണ്ടയിൽ വെച്ചിരുന്ന ഡിഫ്യൂസ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന അംബ്രല്ല ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു രീതിയിൽ തന്നെ ഹാർഷായിട്ടുള്ള ലൈറ്റാണ് എൻ്റെ മുഖത്ത് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഷാഡോ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിരൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഷാഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷാഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒരു തുണിയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. അതിലും നല്ല രീതിക്ക് ലൈറ്റ് വന്ന് അടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗവും നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗം കാണാനും അത്രയ്ക്ക് നല്ല രസമില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അംബ്രല്ല ഞാൻ ലൈറ്റ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തുള്ള ഷാഡോ പോയി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു നല്ലതായിട്ട് ഒരു എക്സ്പോസ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാഡോ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തോട്ട് വെച്ചാൽ പോലും നേരത്തെ കണ്ടമാനം ഷാഡോ നമ്മുടെ മുഖത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് നല്ല രീതിയിൽ നല്ല ഈവനായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അംബ്രല്ല അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിഫ്യൂസർ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റിംഗ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ക്യാമറ, അതായത് നിങ്ങളുടെ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാമറ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൺട്രോളൊന്നും അതിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അതിനകത്ത് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് മാത്രമായിരിക്കും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും സാധിക്കും. എന്നാൽ കുറച്ചുകൂടി കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അതുപോലെ തന്നെ ഫ്രീ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിൻ്റെ മെയിനായിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അതുപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഞാൻ കൂടുതലെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് മറ്റ് വീഡിയോ കണ്ടുവയ്ക്കൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പൺ ക്യാമറയെക്കുറിച്ചുള്ളൊരു റിവ്യൂ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റ് യൂട്യൂബേഴ്സ്. സോ അത് കണ്ട് നിങ്ങൾക്ക് ഈ ഓപ്പൺ ക്യാമറയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കാം. സോ അടുത്തോട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഓഫ്. ബൈ.